ഇന്ന് നമ്മൾ സുടുമോനെയും കൊണ്ട് രാവിലെ തന്നെ ഒരു 11 മണി ഒക്കെ ആയപ്പോഴത്തേനും സുടുമോന്റെ സ്കൂളിലൊക്കെ പോയിക്കായിരുന്നു കേട്ടാ. അപ്പൊ നമ്മുടെ സുടുമോനെ എന്താണ് എന്തിട്ടാ പ്രശ്നം? വീഡിയോ എടുക്കണോണ്ട് എന്തിട്ടാ പ്രശ്നം സുടുക്കുട്ടനെന്ന്? സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് സുടുക്കുട്ടൻ വാശിയിലാണല്ലോ. നമുക്ക് വീഡിയോ എടുക്കണ്ടേ മുത്തേ? വീഡിയോ എടുക്കണ്ടേ? സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷമൊക്കെ പറയണ്ടേ നമുക്ക്? എന്റെ മോൻ പറയോ എന്നാ വിശേഷങ്ങള്? നല്ല കുട്ടിയായിട്ട് ഇരുന്നു എന്നൊക്കെ പറയോ? എന്നാ ടീച്ചർ കൊറേ വിശേഷമൊക്കെ ചോദിച്ചു സുടുമോനോട്. പറയണ്ടേ അതൊക്കെ? സുടുക്കുട്ടന് സമ്മാനമൊക്കെ തന്നു ഒക്കെ പറയണ്ടേ? എല്ലാ വിശേഷങ്ങളും എല്ലാവരോടും പറയണ്ടേ അപ്പൊ നമുക്ക്? പിള്ളേരുകളെ കണ്ടു, എല്ലാവരെയും കണ്ടു, എല്ലാ ആന്റിമാരെയും ചേച്ചിമാരെയും എല്ലാവരെയും കണ്ടു എന്ന് പറയണ്ടേ പോയിട്ട്? പറയണ്ടേ അപ്പൊ? അമ്മ അത് പറയാനാണ്. അപ്പൊ വീഡിയോയില് പറയണ്ടേ അമ്മയുടെ മുത്തിന്റെ കാര്യങ്ങള്? അമ്മയുടെ മുത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലെന്ന്, വാശി ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലെന്ന്. ഇന്ന് സുടുക്കുട്ടൻ്റെ ആ കസാരയിൽ തന്നെ ഇരുന്ന് മിടുക്കനായിട്ടിരുന്നു. ഇന്ന് ഒരു ബഹളം ഉണ്ടായില്ല. ഇന്ന് വേറെ പിള്ളേരുകളൊക്കെയാണ് അലമ്പൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന് നമ്മുടെ സുടുക്കുട്ടൻ മിടുക്കനായിരുന്നു. ഇന്ന് എനിക്കും അമ്മയ്ക്കൊന്നും വലിയ പണികളുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ കരഞ്ഞ് വാശി പിടിച്ച് തോളിട്ട് തന്നെ നടക്കണം കേട്ടോ. പിന്നെ ഇന്ന് സെൻഡ് ഓഫ് ആയിരുന്നു നമ്മുടെ സുടുമോന്. അപ്പോൾ ഹൈസ്കൂളിലേക്ക് പോവാണ് നമ്മുടെ സുടുക്കുട്ടൻ. അപ്പൊ അവിടെ നിന്നൊന്ന് ഒരു യാത്രയപ്പൊക്കെ ആയിരുന്നു. ഇന്ന് 11 മണിയൊക്കെ ആയപ്പോ പോയി. പിന്നെ ഞങ്ങള് സുടുമോനെ കൊണ്ട് ലാസ്റ്റ് പോകുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും 12:30-12:45 കൂടി പോയി. നമ്മള് സുടുവിനെ കൊണ്ട് വന്നപ്പോ 1:30 ആയിട്ടോ. അവര് ടീച്ചർമാരുടെ കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോ അവിടെ ഇരുന്ന് വർത്താനം പറയലും എല്ലാ വിശേഷങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുടുമോൻ കരഞ്ഞു പോലും ഇല്ല, ഒരു വാശി ഉണ്ടായിരുന്നില്ല ഇന്നിട്ടാ. ഇങ്ങനെ ചില നിമിഷങ്ങളിലാണ് സുടുമോനെ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളവിടെ അങ്ങനെ ഇരുന്നു. നമ്മൾ ടീച്ചർമാരൊക്കെ ആയിട്ട് അത്രയും കമ്പനിയാണ് കേട്ടോ. അത്രയും നല്ല ഒരു ഇതാണ് നമ്മുടെ സുടുമോന്റെ ടീച്ചർ. വീട്ടിൽ വന്നിട്ടായാലും നല്ല ഒരു 6-7 വർഷത്തെ പരിചയം ഉണ്ട് ഇപ്പൊ സുടുമോന്റെ അടുത്തേക്ക് വന്നിട്ട്. അപ്പൊ അത്രയും കമ്പനിയാണ്. അപ്പൊ നമ്മളവിടെ അങ്ങനെ സുടുമോൻ കരയാണ്ടൊക്കെ ഇരുന്നപ്പോ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ അത് ജീവിതത്തിൽ നല്ലൊരു നിമിഷമാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ സുടുമോനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് കേട്ടാ. അല്ലെങ്കിൽ അമ്മ ഞാൻ ഇവിടുന്ന് പോയിപ്പോ പറഞ്ഞു എന്താവാവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടാ. പക്ഷെ അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു വാശി ഉണ്ടായിരുന്നില്ല. സുടുമോന് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോ സുടുമോൻ ഹാപ്പിയായി. പിന്നെ സുടുമോനോട് വിശേഷങ്ങൾ പറഞ്ഞു. പിന്നെ സുടുമോൻ അതിനിടയിൽ ഇരുന്ന് ബോള് കളിച്ചു. എന്നിട്ട് പറയുന്നേ സുടുമോൻ എന്നിട്ട് എന്തൊക്കെയാ പറയണ്ടല്ലോ? എന്നിട്ടാ എന്നിട്ടോ പറയണ്ടല്ലോ സുടുക്കുട്ടെ? എന്നിട്ടാ ടീച്ചർ എന്നിട്ട് തന്നേ മോന് മാംഗോ ജ്യൂസ് തന്നാ? മാംഗോ ജ്യൂസ് കൊടുത്തുട്ടെ സുടുന്. സുടുക്കുട്ട അത് വിട്ടു. അതാണ് മാംഗോ ജ്യൂസ് തന്നു അല്ലേ? ടീച്ചർ തന്നു അല്ലേ? എന്റെ മോനെ അവിടെ വെച്ച് കുടിക്കാൻ പറ്റിയില്ല കേട്ടാ. എന്റെ മോൻ വീട്ടിൽ വന്നിട്ട് കുടിച്ചത്. വലിച്ചു കുടിക്കാനായിട്ട് സുടുക്കുട്ടനെ അറിയില്ലല്ലോ. സുടുക്കുട്ട ഇവിടെ വന്നിട്ട് കുടിച്ചു അല്ലേ? അപ്പൊ മാംഗോ ജ്യൂസ് വിട്ടു ട്ടാ. ഞാൻ വിട്ടുപോയി അത് പറയാനായിട്ട്. കൊച്ചിന് അത് നല്ല ഓർമ്മയുണ്ട്. സുടുക്കുട്ട അത് ഓർത്തിട്ടാണ് ഇങ്ങനെ ഒച്ചയ്ക്ക് എടുക്കണത്. അമ്മ പറഞ്ഞു വിട്ടത്. പിന്നെന്നിട്ട് തന്നേ സുടുമോന്? പെൻസില് തന്നാ? പുസ്തകം കിട്ടിയാ? പുസ്തകമൊക്കെ കിട്ടിയിട്ടാ സുടുക്കുട്ടന്. കളർ പെൻസില് കിട്ടി. പിന്നെ അനിമൽസിന്റെ എന്നിട്ട് കിട്ടിയ സുടുന് കളർ ചെയ്യാനായിട്ടുള്ള പുസ്തകം തന്നാ? കിട്ടിയാ? പുസ്തകങ്ങളൊക്കെ കിട്ടിയാ? കിട്ടിയില്ലേ? അപ്പൊ സങ്കടായില്ല? ഒന്നും തന്നില്ലേ അപ്പൊ വേറെ ടീച്ചർമാര് എന്റെ മോന്? കളർ ചെയ്യാനായിട്ട് പുസ്തകം തന്നിട്ടുണ്ടല്ലോ. ടീച്ചർ തന്നിട്ടുണ്ട്, പുസ്തകം തന്നിട്ടുണ്ട്, ക്രയോൺ തന്നിട്ടുണ്ട്, പെൻസിലൊക്കെ തന്നതല്ലേ സുടുക്കുട്ടന്? അപ്പൊ ടീച്ചറിന് വരുമ്പോ ചെയ്യിക്കാനാണത്. നമുക്ക് ടീച്ചർ വരുന്നതിന് മുന്നേ ചെയ്യണണ്ടാ. ഒരെണ്ണം നമുക്ക് ടീച്ചർ വരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യണം. നമ്മുടെ സുടുക്കുട്ടൻ ചെയ്തതാന്ന് പറഞ്ഞ് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടാ. ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാട്ടെ നമുക്ക്. ടീച്ചർ വരുമ്പോ ഇനിയിപ്പോ അടുത്ത ടീച്ചർ വരും. അപ്പൊ ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയായിരുന്നു കേട്ടാ. അപ്പൊ ഇന്ന് നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റുമെന്ന് അറിയില്ലായിരുന്നു. വന്നിട്ടായാലും ഒരു ചെറിയ വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്. 3 ദിവസമായി തോന്നണം അല്ലെ? നമ്മളെന്നും വിചാരിക്കും ഇങ്ങനെ വീഡിയോ ഇട്ട് പോകണം. എന്നും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇന്ന് എന്തെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടോളൂ.
നമ്മുടെ സുടുക്കുട്ടൻ ചെറിയ കുറുമ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോ നിർത്താണ്. എന്റെ തലയിലൊക്കെ കയറി പിടിച്ചു. അപ്പൊ ടാറ്റ, ബൈ ബൈ.